അയോധ്യ പറഞ്ഞ മാതിരി ഇനിയും അതൊരു എന്താണ് പറയാ ഒരു ക്ഷേത്രം ആ രീതിയല്ല, അതല്ലത് വേറെ ലെവലിലേക്ക് അത് മാറാൻ പോവുകയാണ്. ലക്ഷദ്വീപും നമ്മൾ ഏപ്രിലും 14 തീയതി മുതൽ നമ്മൾ അതിന്റെ ഗ്രൂപ്പ് പാക്കേജ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ അച്ഛനമ്മമാരെ പോലെ കൊണ്ടുപോയിട്ട് സുരക്ഷിതമായിട്ട് നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നമ്മൾ മലയാളികൾ ജീവിതത്തിൽ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? പക്ഷേ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ വരുന്ന ചില ആശങ്കകളിൽ ഒന്നാണ് സുരക്ഷിതത്വം, 2 കംഫർട്ട്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ എല്ലാ യാത്രകളിലും നമ്മൾ നമ്മുടെ കുടുംബത്തെയും കൂടെ ചേർക്കും. ഇനി നിങ്ങൾക്ക് അത്തരം ആശങ്കകളുടെ ആവശ്യമില്ല. കാരണം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പമ്പ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ സാരഥികളിൽ ഒരാളായ ബൽറാം മോഹനാണ്. ബൽറാം, വെൽക്കം ടു ദ വീഡിയോ. താങ്ക് യു. അപ്പോൾ നമുക്കിനി പമ്പ ടൂർസ് ആൻഡ് ട്രാവൽസിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ബൽറാമിലേക്ക് പോകാം. പമ്പ ടൂർസ് ആൻഡ് ട്രാവൽസ് നമ്മൾ 15 വർഷമായിട്ട് ഫീൽഡിലുള്ളതാണ്. ഇത് ആക്ച്വലി ഹൈദരാബാദ് ബേസ്ഡ് ട്രാവൽസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 7 വർഷമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. ബലറാമൻ, ഞാൻ എപ്പോഴും ഈ ടൂർ പോകുന്നതിന് മുമ്പ് നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമല്ലോ, എല്ലാവരും അങ്ങനെയാണല്ലോ. നമ്മൾ ടൂർ പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് സെർച്ച് ചെയ്യും. പക്ഷേ അപ്പം നമ്മൾ വലിയ വലിയ പ്രൊഫൈൽ, വലിയ വലിയ പാക്കേജുകൾ, ലക്ഷങ്ങൾ, 7 ലക്ഷം 10 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ നമുക്കുള്ളിലൊരു പേടിയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. നിങ്ങൾ പമ്പ ട്രാവൽസ് എങ്ങനെയാണ്? ഇതുപോലെ ആളുകളെ പേടിപ്പിക്കുന്ന കൂട്ടത്തിലാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. നമുക്ക് ഈ കസ്റ്റമേഴ്സിന് കിട്ടുന്നത് മെയിനായിട്ട് മൗത്ത് പബ്ലിസിറ്റിയാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ സുധീഷും ഫാമിലിയും വരുന്നു, നമ്മൾ കൊടുക്കുന്ന സർവീസുകളിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ പിന്നെ പ്രധാനമായിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് ഇൻസ്റ്റയിലും FB-യിലും ഒക്കെ ഇട്ട് ആളുകൾ അറിയാണ് നിങ്ങൾ യാത്ര പോയതായിട്ട്. തിരിച്ചു വരുമ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുന്ന അടുത്ത ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ടൂർ പോയത്, ഏത് ട്രാവൽസിനെയാണ് നിങ്ങൾ സമീപിച്ചത്. അപ്പോൾ അത് നമുക്ക് നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റിയാണ്. അല്ലാണ്ട് നമ്മൾ ഇതിനിപ്പോൾ നോട്ടീസ് അടിക്കുകയോ അല്ലെങ്കിൽ പരസ്യങ്ങൾ ചെയ്യുകയോ ഒന്നും വേണ്ട. നമ്മളുടെ ഈ മേഖലയിൽ ഞങ്ങൾ വളരെ നാമമാത്രമായിട്ടുള്ളൊരു പ്രോഫിറ്റ് മാത്രമേ നമ്മൾ ഏതൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാലും നമ്മൾ എടുക്കുള്ളൂ. നമുക്ക് ഒരു തവണ ഒരാളെ നിന്ന് കുറേ എമൗണ്ട് വാങ്ങിച്ചെടുക്കലല്ല ഉദ്ദേശം. അയാൾ ലൈഫ് ലോങ് അദ്ദേഹത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ ഫാമിലി തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസുകളിൽ നമ്മളെപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മളൊരു ഹോട്ടലിൽ താമസത്തിന് സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ഹോട്ടൽ കാറ്റഗറി അനുസരിച്ചായിരിക്കും അവിടുത്തെ എല്ലാ സർവീസുകളും. താമസ സൗകര്യങ്ങളാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റമാണെന്നുണ്ടെങ്കിലും എല്ലാം. അപ്പോൾ നമ്മൾ ആ ഹോട്ടൽ സർവീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. ഇപ്പോൾ സപ്പോസ് സുധീഷിൻ്റെ ഫാമിലിയാണ് പോകുന്നതെങ്കിലും ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് നമ്മൾ അച്ഛനമ്മ അല്ലെങ്കിൽ പെങ്ങന്മാർ അങ്ങനെ പോകുന്ന ഒരു മുൻകരുതലുകൾ നമ്മളെല്ലാ പാക്കേജുകളിലും എടുക്കും. കൂടാതെ യാത്രകളിൽ ഉടനീളം നമ്മളെല്ലാവരെയും ഫോളോ അപ്പ് ചെയ്യും. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ ഈ ഗ്രൂപ്പ് പാക്കേജുകൾ ഞങ്ങൾ ഒരുപാട് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഗ്രൂപ്പ് പാക്കേജുകളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും. അങ്ങനെ ഗ്രൂപ്പ് പാക്കേജുകളിൽ നമ്മൾ ഇവിടുന്ന് തന്നെ എവിടെ നിന്നാണോ നമ്മളുടെ യാത്ര തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെ നമ്മളൊരു മലയാളി ഗൈഡിന് കൊടുക്കും. എസ്പെഷ്യലി ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ലാംഗ്വേജ് പ്രശ്നം പലർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നുണ്ടെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ചെക്കിങ് മുതൽ അവരെ തിരിച്ച് എയർപോർട്ടിൽ തിരിച്ചെത്തിക്കുന്നത് വരെ അവരുടെ കൂടെ ഒരു മലയാളി ഗൈഡ് ഉണ്ടാവും. അതുകൂടാണ്ട് നമ്മൾ ഓരോ പ്ലേസുകളിലും ഇപ്പോൾ ഡൽഹിയിൽ പോവുകയാണെങ്കിൽ താജ്മഹൽ അല്ലെങ്കിൽ റെഡ് ഫോർട്ട്, അങ്ങനെ ചരിത്രപ്രധാനമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അവിടുത്തെ ഏത് ഡെസ്റ്റിനേഷനോ അവിടുത്തെ ഒരു ലോക്കൽ ഗൈഡിനെ കൂടെ അവിടുത്തെ ഹിസ്റ്ററികൾ പറയാനായിട്ട് നമ്മൾ ഏർപ്പാടാക്കും. അപ്പം എല്ലാ രീതിയിലും അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കുള്ളൂ. നമ്മളുടെ മേൽനോട്ടം എല്ലാ ഒരേ മിനിറ്റുകളിലും ഓരോ സെക്കൻഡുകളിലും അവരുടെ മേൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞത് ശരിയാണ്. കാരണം അവിടെ ഞങ്ങൾ എയർപോർട്ടിൽ ആളുണ്ടായിരുന്നു, അതുകൂടാതെ അവിടെ ലോക്കൽ ഗൈഡും ഉണ്ടായിരുന്നു, ഡ്രൈവറും ഉണ്ടായിരുന്നു.
പിന്നെ ഇവിടുന്ന് നമ്മളെ കംഫർട്ടാണ്. ഇവരെല്ലാം നല്ല രീതിയിൽ ടൈം ഷെഡ്യൂൾ ചെയ്ത് നിൽക്കുന്നത്. നമ്മളെ യാതൊരു രീതിയിലും ധൃതി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്നിറങ്ങ് നമ്മൾ എല്ലാവരും അല്ലേ നിങ്ങളൊക്കെ ടൂർ പോകുമ്പോഴല്ലോ മതി ഇറങ്ങ് പോകും അല്ലെ, ഇതാണ്. അപ്പൊ ഒരാളുടെ ഒരു ഇഷ്ടം അവിടെ നടക്കണം. 100 പേര് പോയി കഴിഞ്ഞാൽ അവിടെ 10 പേരുടെ ഇഷ്ടമായിരിക്കും ചിലപ്പോൾ അവിടെ നടക്കാം. ബാക്കി ആളുകളുടെ എല്ലാം ഈ പറഞ്ഞ ഓട്ടോയ്ക്കളും ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത സ്ഥലത്തേക്കോട്ടെ. ഇത്തരത്തിലുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഹൈദരാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും നല്ല കോമ്പറ്റീവ് ആയിട്ടുള്ള റേറ്റ് ബാക്കി ഏത് ട്രാവൽസിനേലും അപേക്ഷിച്ച് ഹൈദരാബാദ് പാക്കേജിൽ നമുക്ക് ഏറ്റവും കോമ്പറ്റീവ് ആയിട്ടുള്ള റേറ്റ് കൊടുക്കാൻ സാധിക്കും. കാരണം നമ്മളുടെ ഓഫീസ് ഹൈദരാബാദ് ഉണ്ട്, ഹെഡ് ഓഫീസ് ഹൈദരാബാദാണ്. കൂടാതെ അവിടെ നമ്മളെ സെർവ് ചെയ്യാനായിട്ട് മലയാളികളായ ഒട്ടനവധി സ്റ്റാഫുകൾ ഉണ്ട്. പിന്നെ നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്ന ഹോട്ടലുകളാണെങ്കിലും നമ്മളെ സ്വന്തമായിട്ടുള്ള വാഹനങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റബിൾ ആയിട്ടുള്ള പാക്കേജ്, ഏറ്റവും ബെറ്റർ സർവീസ്, അതായത് നല്ല ഹോട്ടലിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഹൈദരാബാദ് പാക്കേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ പലർക്കും ഇപ്പോൾ ഹൈദരാബാദ് പോകാനായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്കും എങ്ങനെ പോകണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതും മോഡ് ഓഫ് ഓപ്പറേഷൻ, അതായത് മോഡ് ഓഫ് ട്രാവലിങ്ങിൻ്റെ കാര്യം കൂടെ നമ്മൾ ചെയ്തു കൊടുക്കും. ടോട്ടൽ പാക്കേജാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അവർക്ക് 2 ഓപ്ഷൻ കൊടുക്കും. നിങ്ങൾക്ക് ബൈ ട്രെയിൻ പോവാം, അതിന് ഇത്ര കോസ്റ്റ് വരുന്ന ട്രെയിന്, സ്ലീപ്പറിനാണെങ്കിൽ ഒരു റേറ്റ്, ആ റേറ്റ് നമ്മൾ സെപ്പറേറ്റ് മെൻഷൻ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ്. അപ്പോൾ ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവർക്കത് ചൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 നൈറ്റ് 3 ഡേയ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് നന്നായിട്ട് എല്ലാ എന്താണ് പ്രായക്കാർക്കും, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന സീനിയർ സിറ്റിസൺസ് വരെ ഒരേപോലെ ആസ്വദിക്കാനായിട്ട് പറ്റിയ ഡെസ്റ്റിനേഷനാണ് ഹൈദരാബാദ്. അത് കോസ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും അതെ, നമ്മൾ ആ കൊടുക്കുന്ന തുകയ്ക്കുള്ള എന്താണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയില്ലേ, അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഹൈദരാബാദ്. അപ്പോൾ പറഞ്ഞു വന്നത് ഹൈദരാബാദ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് പാക്കേജ് പമ്പ ട്രാവൽസ് നിന്ന് ലഭിക്കും. തീർച്ചയായിട്ടും അത് ഞങ്ങൾ വെല്ലുവിളിക്കും ആരെ വേണമെന്നുണ്ടെങ്കിലും. ഹെഡ് ഓഫീസ് അവിടെ തന്നെയാണ്. സത്യമാണ്. കാരണം ഞങ്ങൾ ഹൈദരാബാദ് ഒരു ടൂർ ഹൈദരാബാദ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഒന്നിനും ഒരാളോട് ചോദിക്കണം. ഭാഷ നമുക്കൊരു പ്രശ്നമേ അല്ല. കാരണം എപ്പോഴും നമ്മുടെ ഇപ്പോൾ ഒരാളുണ്ട്, എന്താണെങ്കിലും നമുക്ക് പറയാം ആൾ മലയാളിയുമാണ്. പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പോയാലും അവിടെയൊക്കെ തിരക്കാണ്, ക്യൂ ഒക്കെ വലിയ ക്യൂ പലതുണ്ടെങ്കിലും നമുക്ക് ടിക്കറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ എത്തുമായിരുന്നു. നമ്മളൊന്നിനും നിൽക്കണം, നമ്മൾ കടന്നു പോയാൽ മതി. ടിക്കറ്റ് നമ്മൾ എവിടെ ഇറങ്ങിയോ അവിടെ ടിക്കറ്റ് ഒരു ആളുണ്ടാവും, നമ്മൾ കടന്നു. നമുക്ക് ഒരു തരത്തിലും നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വളരെ നല്ല അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നീടുള്ള ഞങ്ങളുടെ യാത്രകളെല്ലാം പമ്പ ട്രാവൽസിൻ്റെ ഒപ്പം ആക്കിയത്. പിന്നെ പോയിരിക്കുന്നവർക്ക് തന്നെ അറിയാം. ഇപ്പം അത് ഈ കഴിഞ്ഞ ഹോളിഡേയ്സ് 3 പബ്ലിക് ഹോളിഡേ ആയിരുന്നു. ഏകദേശം ഫിലിം സിറ്റിയുടെ ഉള്ളിൽ തന്നെ 200-270ഓളം പേര് പമ്പയുടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മളെ പലരും വിളിക്കണത് പമ്പയുടെ ഇത്രയും ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത്. നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇത് സത്യമായിട്ടുള്ള ആളുകൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഹൈദരാബാദ് പാക്കേജ് പറഞ്ഞപ്പോൾ വിമാനയാത്ര കാര്യം പറഞ്ഞപ്പോഴാണ്, വിമാനയാത്ര ഇപ്പം എല്ലാവർക്കും ഒരു സ്വപ്നമാണ്. അതായത് എല്ലാ പ്രായക്കാർക്കും ഒന്ന് വിമാനത്തിൽ കയറിയ കൊള്ളാമെന്നുള്ളത് സീനിയർ സിറ്റിസൺ ആണെങ്കിലും നിരവധി ആൾക്കാരായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവൻ ഞങ്ങളെ അങ്ങനെ വിമാനയാത്രയ്ക്ക് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അതിന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1 ഡേ ബാംഗ്ലൂർ പാക്കേജ് ചെയ്യുന്നുണ്ട്. അതായത് രാവിലെ നേരത്തെയുള്ള ഒരു ഫ്ലൈറ്റിന് നമ്മൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്നു. അപ്പം അവരെവിടെ നിന്നാണോ പുറപ്പെടുന്നത് അവിടെ നിന്ന് അവർക്ക് വാഹനം ഉണ്ടാവും. ഇപ്പോൾ കൊടുങ്ങല്ലൂരാണെന്ന് അവർ കസ്റ്റമേഴ്സ് തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് അവരെ പിക്ക് ചെയ്ത് നമ്മൾ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റ് അവിടെ ചെന്ന് ബാംഗ്ലൂർ ഇറങ്ങുന്നു. ബാംഗ്ലൂർ അന്നത്തെ ഒരു 1 ഡേ സൈറ്റ് സീയിങ് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളുടെ ഒരു 7 മണി 8 മണിക്ക് ആ ട്രെയിനുകളിൽ നമ്മൾ തിരിച്ച് പോന്നിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് ഇവിടെ എത്തുന്ന രീതിയിൽ. 2 ദിവസം വേണം? വേണ്ട, 2 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എത്തുന്നു. ഒരു ഫുൾ ഡേ
ഒരു നൈറ്റും കൂടെ. പിറ്റേ ദിവസം നമ്മൾ ഏകദേശം എത്ര മണിക്കാണ് നമ്മൾ എത്തുക ഇവിടെ? നമ്മൾ 6 മണിക്ക് എത്തും. 6 മണിക്ക് എത്തും. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു സൺഡേ മതി. തിങ്കളാഴ്ച നമുക്ക് ജോലിക്ക് പോവുകയും ചെയ്യാം. ഫ്ലൈറ്റും ഇതൊക്കെ ആയിരുന്നു ക്ഷീണവും ഉണ്ടാവില്ല. അതെ അതെ അതെ, അത് നല്ലൊരു ആശയമാണ്. അത് ഇപ്പൊ എടുത്ത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ വരുന്ന ശനിയാഴ്ച കൊടുങ്ങല്ലൂര് അഴീക്കോട് എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു കുടുംബശ്രീ പ്രവർത്തകര്, അതായത് കൂടുതലും മെജോറിറ്റി ലേഡീസാണ്. അവരുടെ ഒരു പാക്കേജ് ഇപ്പൊ ഈ ശനിയാഴ്ച രാവിലെ ഉണ്ട്. ഇതേ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മള് ഇപ്പൊ ബലറാം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കണം. നോർമൽ ഒരു ആളുകൾ വന്ന ആദ്യം പറയാ യൂറോപ്യൻ ട്രിപ്പ്, അത് ഇത് ട്രിപ്പ് അല്ലെ, മലേഷ്യൻ ട്രിപ്പ്, ഇതിങ്ങനെ പറഞ്ഞ് തള്ളി മറയ്ക്കും. ബലറാം അതല്ല ചെയ്യണേ. ബലറാം വളരെ അല്ലെ സാധാരണക്കാരിൽ നിന്നാണ് തുടങ്ങുന്നത്. സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ നമ്മൾ എന്തായാലും നിറവേറ്റാം. വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണത്. ഇതിപ്പോ കുടുംബശ്രീയുടെ അംഗങ്ങൾ അവര് 55 പേര് ഉണ്ട്, പ്ലസ് ഞാനും പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടിയുണ്ട്. അങ്ങനെ 57 പേരെ ഒന്നിച്ച് പോവുകയാണ്. ഞാനും ഇതുപോലെ ടൂർ പോകുമ്പോഴും എപ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കാന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം നമ്മൾ ചെയ്യണം നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിക്കും. കാരണം ഫ്രണ്ട്സിന് നമുക്ക് കംഫർട്ടായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ പമ്പ ട്രാവൽസിൽ നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും വിളിച്ച് ചോദിക്കുകയാണ്. ഇവർ ടൂറിനല്ല വിളിക്കുന്നത്, ഇവർക്ക് ടൂർ പോകാൻ ആഗ്രഹമുണ്ട്. ഇവരുടെ ബഡ്ജറ്റ്, സമയം, സൗകര്യം, ഇതിനെ പറ്റിയൊക്കെ അറിയാൻ ഒരു ആശങ്ക മാറ്റണം. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നമ്മുടെ ആളുകൾ വിളിച്ചു കഴിഞ്ഞാല് വളരെ കറക്റ്റാണ് ഇപ്പൊ സുധീഷ് പറഞ്ഞത്. കാരണം നമുക്ക് ഈ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും ഉണ്ട്. ഈവൻ ഇപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ്, ട്രെയിൻ ടിക്കറ്റ്, ബസ്, ഹോട്ടല്, ഫ്ലൈറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ വണ്ടികൾ ഏൽപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർ വിളിക്കുന്നത് ചിലപ്പോൾ ഒരു ട്രെയിൻ ടിക്കറ്റിന് ബുക്ക് ചെയ്യാനായിട്ടായിരിക്കുള്ളൂ. പക്ഷെ നമ്മളുടെ എന്താണ് പറയുക, അദ്ദേഹമായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങൾ കൊണ്ടിട്ട് നമ്മൾ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയുക ട്രാൻസാക്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളുടെ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ സൂചിപ്പിക്കും. സാറേ, നമ്മളുടെ മെയിൻ പരിപാടി ഇതുണ്ട് കേട്ടോ, ഇങ്ങനെ ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് നമ്മൾ നടത്തുന്നത്. അതിനോടൊപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ ഇരിക്കുന്നത് അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലാണ്. അപ്പം എൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. അപ്പം ഞാനൊരു കസ്റ്റമറുടെ അടുത്ത് എപ്പോഴും എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആരുടെ അടുത്ത് ചോദിച്ചാലും അറിയാം, ഞാൻ പറയും നിങ്ങൾക്കൊരു ഓട്ടോറിക്ഷ വേണമെന്നുണ്ടെങ്കിലും പമ്പയിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ, സംഭവം സ്പോട്ടിലെത്തും. അതാണ് നമ്മൾ. അപ്പം എല്ലാ മേഖലകളിലും ഒരു യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട സർവീസുകൾ ഉണ്ടാവില്ല. അവർക്ക് ഒരുപക്ഷെ എങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യേണ്ടത്, ചിലപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം കാറുണ്ടാവും, ഏതെങ്കിലും റൂട്ടായിരിക്കും ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും സ്റ്റേ ചെയ്യേണ്ടത്. ചിലവർക്ക് പല ഹോട്ടൽസിലും മെമ്പർഷിപ്പ് കാര്യങ്ങളുണ്ടാവും, ഈ മഹീന്ദ്ര പോലെയുള്ളത്. അപ്പൊ നമ്മളെ സർവീസ് വേണ്ടി വരുന്നില്ല, അവർക്ക് മറ്റു കാര്യങ്ങളായിരിക്കുള്ളൂ. പോകുന്ന റൂട്ട്, അവിടെ എന്തൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ട്, അതിലൊന്നും നമുക്ക് ബെനിഫിഷ്യറി ഇതുണ്ടാവില്ല, ക്യാഷ് ബെനിഫിറ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അവർ പിന്നീട് അവരെ വേറെ ഫ്രണ്ട്സുകളെ ചിലപ്പോൾ റെഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ അടുത്ത് നമ്മളുടെ പമ്പയുടെ പേര് അവർ എന്തായാലും 100% പറയും. അത് ഉറപ്പാണ്. ഇപ്പം ഈ ബലറാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ പമ്പ ടൂർസ് ആൻഡ് ട്രാവൽസിൽ യാത്ര ചെയ്തവർ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ പാക്കേജുകളാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ ഇപ്പോൾ ഹൈദരാബാദ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആളുകൾ പോകാൻ ഇഷ്ടപ്പെടുന്നത് കാശ്മീരാണ്. പ്രത്യേകിച്ചും ഈ കോവിഡിന് ശേഷം. ഈ കോവിഡിന്റെ സമയത്ത് കാശ്മീർ മാത്രം ഓപ്പൺ ആയിരുന്നു. അവിടെ കോവിഡിന്റെ യാതൊരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. നമ്മളിവിടുന്ന് ആ കോവിഡിന്റെ സമയത്ത് ഇവിടുന്ന് മാസ്ക് ഒക്കെ വെച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഫുൾ ഫ്രീ. അവിടെ കോവിഡിന്റെ പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം പിന്നെ ഏറ്റവും അവസാനം എല്ലാവർക്കും അറിയാം, അവിടെ കുറേ നിയമ ഭേദഗതികളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടും കുറച്ചും കൂടെ ആളുകൾക്ക് പോകാനായിട്ട് സേഫ്റ്റി, അവിടെ പോകുന്നത് സുരക്ഷിതമാണെന്നൊരു തോന്നൽ ആളുകളുണ്ടായി, ഇപ്പോൾ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ അതും കാശ്മീർ
പല സീസണുകളും ഉണ്ട്. ഇപ്പോൾ സാധാരണ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിസംബർ മാസം, ഒക്ടോബർ നവംബർ തുടങ്ങിയിട്ട് അവിടെ മഞ്ഞാണ്. മഞ്ഞ് കാണാൻ വേണ്ടി മാത്രം പോകുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോൾ അതല്ല, അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ കഴിയുമ്പോൾ തുലിപ്പിന്റെ സീസണാവും, തുലിപ്പ് ഗാർഡൻ ഓപ്പൺ ആവുന്നുണ്ട്. ആ തുലിപ്പ് ഗാർഡൻ കാണാൻ പോകുന്ന തീർച്ചയായിട്ടും ഏപ്രിൽ മാർച്ച് ലാസ്റ്റ് വീക്കോട് കൂടി കാശ്മീരിന്റെ തുലിപ്പ് ഗാർഡൻ ഓപ്പൺ ആവും. ഒരു അപ് ടു 14th വരെ അതിന്റെ സീസണാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി കസ്റ്റമറുടെ ഇഷ്ടാനുസരണം ബൈ ഫ്ലൈറ്റ് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഡൽഹി വരെ ട്രെയിൻ പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ്, അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജുകളുടെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം, നിങ്ങളത് നോക്കുക. പിന്നെ അത് കൂടാണ്ട് പിന്നെ നോർത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി, ആഗ്ര, ജയ്പൂര്, ട്രയാങ്കിള്, അതിൽ ചിലർ ഡൽഹി, ആഗ്ര മാത്രം എടുക്കും. സമയക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഡൽഹി, ആഗ്ര, അല്ലെങ്കിൽ ഡൽഹി, ആഗ്ര, ജയ്പൂര്. പിന്നെ അതിൻ്റെ അപ്പുറമാണെങ്കിൽ രാജസ്ഥാൻ. അതാണ് നോർത്ത് സൈഡിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ യൂത്തുകൾ പോകുന്ന ഗോവ പൊളിയാണ്. യൂത്ത് മീൻസ് ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ലോ. നമ്മുടെ കുടുംബത്തിൽ ഞാനൊരു ഫാമിലി മാനാണ്. അപ്പൊ ഞാൻ എന്ത് ചിന്തിച്ചാലും ഞാൻ ആ രീതിയിൽ ചിന്തിക്കുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശങ്കയാണ്, ഗോവ എന്ന് കേൾക്കുമ്പോൾ ഒരു ആശങ്കയാണ്. ഇല്ല, വളരെ സുരക്ഷിതമായിട്ട് പോവാന്ന്. നമ്മള് സുരക്ഷിതമായിട്ടുള്ള മാർഗം ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സുരക്ഷിതമായ രീതിയിൽ കൂടെ യാത്ര ചെയ്ത് സുരക്ഷിതമായിട്ട് പോയി നമ്മളുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇതുവരെയായിട്ടും നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നിന്ന്, ആളുകളിൽ നിന്ന് ഒരു മിസ്ബിഹേവിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മളത് ആ രീതിയിലുള്ള സ്ഥലങ്ങളും ആ രീതിയിലുള്ള താമസ സൗകര്യമാണ് നമ്മൾ ഒരുക്കുന്നത്. ഇപ്പം നേരത്തെ ഹൈദരാബാദിലെ പ്രതിപാദിച്ചു വന്നപ്പോൾ മെയിൻ ഒരാളെ അവതരിപ്പിക്കാൻ മറന്നുപോയി. എൻ്റെ കൊളീക്കായിട്ടുള്ള രതീഷ് ഭായിയാണ് അവിടെ ഹൈദരാബാദിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അന്ന് രതീഷിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവണം. എനിക്ക് അന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു. അതെ. അപ്പൊ അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം മോണിറ്റർ ചെയ്തോളും. പിന്നെ നമ്മൾ മെയിനായിട്ട് കേരളത്തിലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നേരെ നമ്മൾ കേരളത്തിന് പുറത്തേക്കാണ് പോയത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു പരിധി വരെ ആളുകൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയും ഒറ്റയ്ക്കുള്ള സഞ്ചാരങ്ങളാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ അതിലും ഒരു പരിമിതി ഉണ്ട്. അതായത് നമ്മുടെ ഒരു 7 സീറ്റർ വണ്ടി ആണെന്നുണ്ടെങ്കിൽ അതിൽ കൊള്ളുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് ആ 7 പേരുടെ കാര്യം അല്ലെങ്കിൽ 6 പേരുടെ കാര്യം നമുക്ക് ഒരാൾക്ക് മാനേജ് ചെയ്യാം. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ട്രാവലറിനുള്ള ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കണക്കൂട്ടിൽ തെറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ യാത്രക്കാരിൽ 1-2 പേര് ഈ ടൂറ് വിജയകരമാക്കാനായിട്ട് ഫുൾ ടൈം ടെൻഷൻ അടിക്കണം. ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ താമസം, ഭക്ഷണമൊക്കെ ശരിയായോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഏറ്റെടുത്ത ഒരാളുടെ പേരിലായിരിക്കും ടൂറില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ചെറിയൊരു സാമ്പത്തിക ലാഭം നോക്കിയിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതെ, മറ്റുള്ളവർ ഒരു ടൂർ. അപ്പൊ നിങ്ങൾ ഒരു തവണ ഞങ്ങളുടെ അടുത്ത് വരൂ, എന്നിട്ട് നിങ്ങൾ കമ്പാരിസൺ നടത്തൂ. ഞങ്ങൾ ചെയ്യുന്ന സർവീസുകളും നിങ്ങൾ പോകുമ്പോൾ വരുന്ന ചെലവുകളും നോക്കിയിട്ട് നിങ്ങളൊരു കമ്പാരിസൺ നടത്തൂ ഒരു തവണ. അത്രയും നമ്മൾ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. പെൻഷനേഴ്സ് നമ്മൾ ഒരുപാട് ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വേറെ ഒരു കാര്യങ്ങളിലും ബോധമിടാവില്ല. അവരെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് വിളിച്ച് നമ്മൾ വണ്ടി കയറ്റി തിരിച്ച് അവരെ വീടിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുവന്നിറക്കണം. അവര് അതിനുള്ള എമൗണ്ടാണ് നമ്മുടെ അടുത്ത് ചോദിക്കുക. അതിന്റെ ഇടയിൽ ഒരു ചെലവും വരാൻ പാടില്ല. അവരെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചെലവ് വരാൻ പാടില്ല. അങ്ങനെ ഒന്ന് സുധീഷ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുധീഷ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ തിരിച്ച് ആ വീട്ടിൽ കയറുന്നവരുള്ള എല്ലാ ചെലവുകളും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പല പാക്കേജുകളും ചെയ്യുന്നത്. അതെ. അപ്പോൾ ബലറാമേ, ഇനിയിപ്പോൾ അടുത്ത് നിങ്ങളുടെ കുറേ പാക്കേജുകൾ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇനിയിപ്പോൾ ഈ ഒരു വർഷം നടക്കാൻ പോകുന്ന പാക്കേജുകൾ, കാരണം വിദേശ യാത്ര അടക്കമുള്ളത് പറഞ്ഞോളൂ. കാരണം വലിയൊരു യാത്രയാകുമ്പോൾ അതിന്റെ ഫണ്ട് അറേഞ്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ വർഷം ഇനിയുള്ള അട്രാക്റ്റീവുള്ള പാക്കേജുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോൾ ഈ വർഷം
എല്ലാ മാസവും എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ദിവസത്തെ വിമാനയാത്രയാണ്. അത് വളരെ ബഡ്ജറ്റഡ് ആയിട്ട്, ഞാൻ എമൗണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, നമ്മളടുത്ത് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര ചീപ്പായിട്ട് കിട്ടുമെന്നുള്ളത്. അത് നമ്മൾ എല്ലാ മാസവും ഒരു മിഡിലിൽ, അതായത് ഒരു മന്തിൻ്റെ മിഡിലിൽ നടത്താനാണ് അത് പ്ലാൻ. എല്ലാ മാസങ്ങളിലും ഉണ്ടത്. അതുകൂടാണ്ട് നമ്മൾ ഹൈദരാബാദ് പാക്കേജും അതെ, ഞങ്ങൾ എല്ലാ മാസങ്ങളിലും നമുക്ക് ഒരു അതായത് വെള്ളി ശനി ഞായർ 3 ദിവസം നമുക്ക് കിട്ടിയാൽ മതി ഹൈദരാബാദ് പാക്കേജ്. അത് നമ്മൾ മുന്നേ ഡിക്ലെയർ ചെയ്യും ആ ഡേറ്റുകൾ. ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ഈ 3 ദിവസങ്ങൾ ഈ ബാങ്കിൻ്റെ ഹോളിഡേ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ വരുന്നത് ഏപ്രിൽ മന്തിലാണ്. ഇനിയിപ്പോൾ മാർച്ച് ഇനിയിപ്പോൾ ഇതാണല്ലോ, പരീക്ഷ സീസൺ ആണല്ലോ, അതിൻ്റെ ഏപ്രിൽ മന്തിലാണ് വരുന്നത്. പിന്നെ ഡൽഹി ആഗ്ര മാത്രവും ചെയ്യുന്നുണ്ട്, ഡൽഹി ആഗ്ര ജയ്പൂരും ചെയ്യുന്നുണ്ട്. ഡൽഹി ആഗ്ര ജയ്പൂർ ആകുമ്പോൾ 4 night 5 days, മറ്റേതാകുമ്പോൾ 3 night 4 days മതി. അപ്പോൾ ഡൽഹി ആഗ്ര ജയ്പൂർ അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാശ്മീർ ഏപ്രിൽ മാർച്ച് ലാസ്റ്റോടുകൂടി വേറൊരു ലെവലിലേക്ക് മാറിയാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. കാശ്മീരിൻ്റെ ഒക്കെ നമ്മൾ 2 months ബിഫോറേ തുടങ്ങി, കാരണം അത്രയും പീക്ക് സീസൺ ആണത്. പിന്നെ ഇന്റർനാഷണൽ തായ്ലൻഡ്, ഇപ്പോൾ മാർച്ച് മന്തിൽ തായ്ലൻഡ് പോകുന്നുണ്ട്. പിന്നെ ഏപ്രിലാണ് യൂറോപ്യൻ്റെ പാക്കേജുകൾ. അത് ഏപ്രിൽ 14 തീയതി മുതൽ ഒരു 30th വരെ ഒരു 4 സ്ലാബുകളായിട്ട് 4 ഡേറ്റ്സുകളിൽ. അത് ഓരോ ഡെസ്റ്റിനേഷൻ മാറിക്കൊണ്ടിരിക്കും. പാരീസ്, ജർമ്മനി, അങ്ങനെ UK, അങ്ങനെ ഓരോ ഡെസ്റ്റിനേഷൻ മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ കപ്പിൾ പാക്കേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹണിമൂൺ പാക്കേജ് എന്ന് പറയുമ്പോൾ അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, 2 അപരിചിത കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അവര് നമ്മളെ വിശ്വസിച്ച് 2 കുടുംബങ്ങളെയും നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന 2 മക്കളെ ഉത്തരവാദിത്തം കൂടുതലാണ്. അവർ യാത്രകൾ പോയിട്ടില്ല ഒന്നിച്ച്. അവരുടെ ആദ്യത്തെ ഒരു ട്രിപ്പ് എന്നുള്ളത് ഹണിമൂൺ ട്രിപ്പാണ്. അപ്പൊ അത് കാശ്മീര് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഹണിമൂൺ പാക്കേജുകളുണ്ട്. ഹണിമൂൺ പാക്കേജ് ഉണ്ട്. അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം ഉണ്ടാവും. നമ്മൾ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ട്, ലക്ഷദ്വീപും അയോധ്യയും. ഏറ്റവും എല്ലാവരും ലക്ഷദ്വീപും അയോധ്യയും ഭയങ്കരമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതെ. ലക്ഷദ്വീപ് അല്ലെങ്കിലും മുമ്പേ ചെയ്തിരുന്നതാണ്. ലക്ഷദ്വീപ് ആണെങ്കിലും മാലി, ബാലി എല്ലാം നമ്മൾ ചെയ്തിരുന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് ഈ ന്യൂസും കാര്യങ്ങളും വന്നത്. അയോധ്യ പറഞ്ഞ മാതിരി ഇനിയും അതൊരു എന്താണ് പറയാ, ഒരു ക്ഷേത്രം ആ രീതിയല്ല, അതല്ലത് വേറെ ലെവലിലേക്ക് അത് മാറാൻ പോവുകയാണ്. നമ്മളിപ്പോൾ എന്തോരം എൻക്വയറികളാണ്. അപ്പോൾ നമ്മൾ ഏപ്രിൽ 14 തീയതി മുതൽ നമ്മൾ അതിൻ്റെ ഗ്രൂപ്പ് പാക്കേജ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇന്ന് വരുന്നതിന് മുമ്പ് ഒരു 6 പേർക്ക് വേണ്ടിയിട്ട് ഐറ്റിനറി തയ്യാറാക്കി. 6 പേരുടെ എൻക്വയറി വന്നത് മാത്രമല്ല, നിറയെ എൻക്വയറികൾ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത് തന്നെ നമ്മളെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, എല്ലാവർക്കും വാട്സപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതേ, ബലറാമ 2 ദിവസത്തിനുള്ളിൽ പറയാം, ലീവ് നോക്കട്ടെ, അച്ഛനും അമ്മയും കൂടി ഉണ്ടാവട്ടോ എന്ന്. അല്ല, എനിക്ക് തന്നെ അറിയാം കുറെ ആൾക്കാർ ഇപ്പൊ അയോധ്യയിൽ എങ്ങനെയെങ്കിലും പോകണം പ്ലാനിങ് തുടങ്ങി. കുറച്ചുപേര് ലക്ഷദ്വീപ് യൂത്ത് ഒക്കെ ലക്ഷദ്വീപും ബാക്കിയുള്ളവരും അയോധ്യയിലേക്ക് ഇങ്ങനെ പ്ലാനിങ് തുടങ്ങി. ഇപ്പൊ വീട്ടില് എന്റെ അമ്മയും വൈഫിന്റെ അമ്മയൊക്കെ പറഞ്ഞു നെക്സ്റ്റ് അയോധ്യ അന്വേഷിക്കണം. അങ്ങനെ ഇനിയിപ്പോ വേറെ എവിടെയും പോകണ്ട, ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് സുധീഷിന് തരാം. അപ്പോൾ ലക്ഷദ്വീപുും അയോധ്യയും നമ്മുടെ പമ്പ ട്രാവൽസിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം. മെയിൻ കാര്യം പിന്നെയും വിട്ടുപോയി, സ്റ്റുഡൻസ് പാക്കേജ്. നമ്മളുടെ മെയിൻ പാക്കേജുകളിൽ പെട്ടതാണ് സ്റ്റുഡൻസ് പാക്കേജ്. കേരളത്തിൽ ഒട്ടനവധി കോളേജുകളിൽ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് തന്നെ ഞാൻ ഡൽഹി ആഗ്ര പോയത് 35 കുട്ടികളായിട്ടാണ് നമ്മളുടെ കണ്ണൂർ ഭാഗത്തുള്ളത്. നമ്മുടെ ആളുകൾ വീഡിയോ കണ്ടിട്ട് ബലറാമിനെ വിളിക്കണം, അല്ലെങ്കിൽ വാട്സാപ്പിൽ അവരുടെ ആവശ്യം, ഇവര് ടൂറിസ്റ്റിനും ട്രാവൽസിനും ഒന്നുമല്ല വിളിക്കണം, ഇവർ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ ഇവരുടെ ആഗ്രഹം പറയാനും അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാനും ബലറാമിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബലറാമിന് അവരൊന്ന് തീർച്ചയായിട്ടും. നിങ്ങൾക്ക് യാത്ര പോകാൻ ആഗ്രഹമുള്ള ആ ഒരു മൊമെന്റ് ഇല്ലേ, നിങ്ങൾ ആരെങ്കിലും ഒരു യാത്ര പോകണം, ആ മൊമെന്റ് തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളെ ബലറാമിന് സഹായിക്കാൻ പറ്റും. അപ്പോൾ ബലറാമിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ യാത്രയ്ക്കല്ല വിളിക്കണേ, മനസ്സിലായില്ലേ? നമുക്കൊരു ഉപദേശം, നമ്മളൊരു ചേട്ടനെ പോലെ, അനിയനെ പോലെ, മകനെ പോലെ നിങ്ങൾക്ക് കാണാം.
നിങ്ങൾക്ക് ആ ഒരു കംഫർട്ടിൽ എന്ത് തന്നെയാണെങ്കിലും ബലറാമിന് വാട്സാപ്പ് അയച്ച് കൊടുക്കുക. വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വിദഗ്ധോപദേശം അല്ല ഏറ്റവും നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ബലറാം പറഞ്ഞു തരും. തീർച്ചയായിട്ടും 100% ഉറപ്പ്. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. കേരളത്തിന്റെ ഏത് ജില്ലയിൽ നിന്നും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അത്രയും പറഞ്ഞാൽ പോരെ ഞാൻ. അപ്പോൾ എന്തായാലും ബലറാമിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റുള്ളവര് സഞ്ചരിക്കാത്ത പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാധാരണക്കാർക്ക് പറ്റിയ നിറയെ പാക്കേജ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഞാനൊരു കാര്യം ഉറപ്പ് വരാം, എൻ്റെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്ന വ്യക്തികളെല്ലാം നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. കാരണം എല്ലാം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തമായ ആശയങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ കാണാം. അതുവരെ ബൈ.